7 ലാക്ക് കിട്ടുക. ഞാൻ എന്നിട്ടും ഒഴിവാക്കി. ഇന്ന് വീണ്ടും ഇട്ടേക്കുക. നാണല്ലേ, ഉളുപ്പില്ലേ? എന്നിട്ട് ഇന്ന് രാവിലെയും പ്രൈവസി വയലേഷൻ. അതിനാവശ്യം ഉണ്ടായിരുന്നോ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ കുന്തത്ത് കൊണ്ടുപോയി നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഏത് ടീനമോളാണെങ്കിലും എടുക്കാനും റിയാക്ട് ചെയ്യാനും ആ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും റൈറ്റ് ഉണ്ട്. നിങ്ങളെ ഹാം ചെയ്യാത്ത രീതിയിലാണോ ചെയ്യുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. ഞാൻ ചെയ്ത വീഡിയോ വേഴ്സ് ആണെങ്കിൽ ഒരിക്കലും എൻ്റെ വീഡിയോൻ്റെ താഴെ എനിക്ക് ഇത്രയും കമൻസ് കിട്ടൂല. ഇത്രയും കമൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അഭിപ്രായവുമായിട്ട് പലരും യോജിക്കുന്നത് കൊണ്ട് തന്നെയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിമർശനങ്ങളെ നേരിടാൻ കഴിയാത്ത കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. നമ്മുടെ കല്യാണിയെ പോലെയുള്ളവരും ടിയക്കുട്ടിയെ പോലെയുള്ളവരും ഒക്കെ. ഇപ്പൊ ടിയക്കുട്ടി എന്നുള്ളൊരു പേര് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അന്നേരം അവർ പ്രൈവസി വയലേഷൻ തരും, സ്ട്രൈക്ക് തരും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2-3 സ്ട്രൈക്ക് കിട്ടിയാൽ തന്നെ നമ്മുടെ ചാനൽ അടിച്ചു പോകും എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പേര് അടുപ്പിച്ച് റിപ്പോർട്ടൊക്കെ അടിക്കുവാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മുടെ ചാനൽ കളയാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പം ഞാൻ ഇന്ന് രാവിലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അമിയയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അമിയ അൺഫിൽറ്റേഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വരുന്നത്. വളരെ മാന്യമായ രീതിയിലും അല്ലെങ്കിൽ രൂക്ഷ വിമർശനങ്ങളോ ബാഡ് വേർഡ്സോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ നല്ല രീതിയിൽ റിയാക്ഷൻ ചെയ്യുന്ന ഒരാളാണ് അമിയ. ഞാൻ പലപ്പോഴും അമിയയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അമിയ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതാണോ കണ്ടിട്ടുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് അവർ വളരെ മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പം അതെടുത്ത് റിയാക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. അപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് നമുക്ക് യൂട്യൂബ് തന്നെ തരുന്നുണ്ട്. നമുക്ക് സ്ട്രൈക്ക് തന്നാലൊക്കെ നമുക്ക് അതിനെ അപ്പീൽ ചെയ്യാനൊക്കെ പറ്റും. കാരണം നമ്മൾ അവരുടെ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് അവരെ ഹാംഫുള്ളി ഹെയ്റ്റ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരെ മോശം പറയാതെ ബാഡ് വേർഡ്സ് ഒന്നും ഉപയോഗിക്കാതെ വളരെ മാന്യമായിട്ട് അവരുടെ ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നമ്മുടേതായ അഭിപ്രായങ്ങൾ നമുക്കത് പബ്ലിക്കായിട്ട് പറയാനായിട്ടൊക്കെ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്ട്രൈക്ക് തരുന്ന ആളുകൾക്ക് യൂട്യൂബിന് നമ്മൾ മെയിൽ അയച്ചിട്ട് നമ്മുടെ ഭാഗത്ത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ യൂട്യൂബ് എടുത്തു മാറ്റിയിട്ടുള്ള നമ്മുടെ ആ ഒരു വീഡിയോ അത് നമുക്ക് യൂട്യൂബ് തിരിച്ചു തരികയും ഇവർക്ക് ആ സ്ട്രൈക്ക് തിരിച്ച് അങ്ങോട്ട് പോവുകയും അവരുടെ ചാനലിനെ അത് ബാധിക്കുകയും ചെയ്യും. ഇത് പലർക്കും അറിയത്തില്ല. പക്ഷേ ഈ വലിയ യൂട്യൂബേഴ്സിനൊക്കെ അതൊക്കെ അറിയാം. പക്ഷേ ഏറ്റവും ഇപ്പം അമ്മയെ വെച്ച് നോക്കുമ്പം ടിയക്കുട്ടിയുടെ ആ ഒരു വീഡിയോ അമ്മ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഏത് വീഡിയോ ആണ്. സ്കൂൾ ഓപ്പണിംഗ് സമയത്ത് ബാക്ക് ടു സ്കൂൾ എന്നും പറഞ്ഞുകൊണ്ട് ടിയക്കുട്ടി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ. അപ്പം ടിയക്കുട്ടി ചെയ്ത കാര്യങ്ങൾ, അതായത് ഞാനും അതിന് റിയാക്ട് ചെയ്ത ഒരാളാണ്. അതായത് എനിക്ക് 3 മക്കളാണുള്ളത്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്തോരമാണ്. അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് വാങ്ങിച്ചാൽ പോലെ എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. പക്ഷേ ഒരാൾക്ക് അല്ലെങ്കിൽ ആ 2 കുട്ടികൾക്ക് വേണ്ടി അവർ ഒരു 8,000 രൂപയുടെ 9,000 രൂപയുടെ സ്നാക്സ് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താ അല്ലേ? അതുപോലെ തന്നെയാണ് ബാഗ് പർച്ചേസ്, മറ്റുള്ള പൗച്ചുകൾ, ബോക്സുകൾ എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. ഒരു വർഷത്തേക്കിനെന്നും പറഞ്ഞുകൊണ്ട് 4-5 സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പം ഇത് കാണുന്നത് അവരുടെ വീഡിയോയിലുള്ള കുഞ്ഞു മക്കളാണ്. അപ്പോൾ ഇത് കാണുന്ന അവരുടെ മാനസികാവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ അതുപോലും ചിന്തിക്കാതെ ഇവരുടെ ആ ഒരു പ്രൗഢിയും ആഡംബരവും അഹങ്കാരവും ഒക്കെ വെളിയിലോട്ട് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം കുറേ പേരൻസ് ഇത് കണ്ട് വേദനിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുള്ള ആളുകളിൽ, അതായത് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവർക്ക് ഒരു കമൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവരത് ഡിലീറ്റ് ആക്കി കളയാണ്, അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പം അത് ഇങ്ങനെയുള്ളൊരു കാര്യം ഉണ്ട് എന്നുള്ളത് വെളിയിലോട്ട് കൊണ്ടുവരാൻ കുറച്ചധികം പേരൻസ് ഇങ്ങനെ ടിയക്കുട്ടിയുടെ ചാനൽ ഇപ്പം ഞങ്ങളുടെ മക്കളെ കൊണ്ട് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ, നിങ്ങൾ ആ ഒരു ചാനലൊന്ന് എടുത്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക. അവരതെടുത്ത് നോക്കിയിട്ട് ജെന്യുവൻ ആണ് എന്ന് തോന്നിയത് കൊണ്ട് എല്ലാവരും അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാക്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നല്ല റീച്ചും കിട്ടി. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എല്ലാവരും റിയാക്ട് ചെയ്തതിന് ശേഷമാണ് ചെയ്തത്. വലിയ റീച്ചും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതിലൊട്ടും വിഷമവും ഇല്ല. കാരണം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളതേ ഉള്ളൂ. കാരണം നമ്മുടെ ഫാമിലിയിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. കാരണം അവരുടെ വീഡിയോസ് കണ്ടിട്ട് ടിയക്കുട്ടി വലിയ മോളിൽ പോയി ഷോപ്പിംഗ് ചെയ്യുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ മക്കളാണ് എൻ്റേതും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനും അതെടുത്ത് റിയാക്ട് ചെയ്തത്. അപ്പം മോളിൽ പോയി ഷോപ്പിംഗ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതൊന്നും അല്ല പ്രശ്നം. ഈ കണക്കിനുള്ള ദൂർത്തുകൾ കാണിക്കുമ്പോൾ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഈ കുഞ്ഞു മക്കൾ വില കൊടുക്കാതെ വരും. എൻ്റെ അച്ഛനും അമ്മയും ടിയക്കുട്ടിയുടെ അച്ഛനും അമ്മേനെ പോലെ ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ അവരെ പോലെ കാശുള്ളവരായിരുന്നെങ്കിലോ എന്നൊക്കെ ഇവരും ചിന്തിക്കാൻ തുടങ്ങും. അപ്പം അതുപോലെ തന്നെ അല്ല മറ്റെല്ലാ കാര്യങ്ങളും. ഇപ്പം ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വരുത്തുക, അപ്പോൾ എപ്പോഴും ഇങ്ങനെ അൺബോക്സിങ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും അതൊക്കെ അവർക്ക് പൈസ കൊണ്ട് അവർ ചെയ്തോട്ടെ. പക്ഷേ ഇത് കുഞ്ഞു മക്കളെ ഇൻസ്പയർ ആക്കുന്ന രീതിയിൽ ചെയ്യുകയാണ്. അത് ഒട്ടും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ അമിയ എന്ന് പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഏകദേശം 7 ലക്ഷം 8 ലക്ഷം ആളുകളോളം കണ്ടിട്ടുണ്ട്. ഇവർക്കപ്പോൾ ആ ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ആക്കണം. കാരണം അത്രയും പേര് കണ്ടല്ലോ. ഈ 7 ലക്ഷം 8 ലക്ഷം പേര് ആ ഒരു വീഡിയോ കാണാൻ കാരണം എന്താണ്? ആ ഒരു വീഡിയോ കാണാൻ കാരണവും അതിന് നല്ല പോസിറ്റീവ് കമൻസ് കിട്ടാൻ കാരണവും ഒറ്റ നെഗറ്റീവ് പോലും ഇല്ല. കാരണം എല്ലാവരും ടീക്കുട്ടിക്കൊക്കെ എതിരായിട്ട് സംസാരിക്കുകയാണ്. ഒരു ചെറിയ ചാനലൊന്നും ടീക്കുട്ടിക്ക് 10-40 ലക്ഷം മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വലിയ ചാനലാണെന്ന് ഓർത്തോണം. ഇതൊന്നും ടീക്കുട്ടിയാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നില്ല. അപ്പം അതായത് സ്ട്രൈക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ടീക്കുട്ടിയുടെ വീഡിയോയിൽ ടീക്കുട്ടീനെയൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ. സംസാരവും പ്രവൃത്തിയും എല്ലാം അവരുടെ അമ്മയുടെ പ്ലാനിങ് അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാസ്റ്റർ പ്ലാൻ ഫുള്ള് അമ്മയാണ്. അപ്പം നമുക്കങ്ങനെ ടീക്കുട്ടീൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു പേരൊന്നും വലിച്ചിടാനായിട്ട് പറ്റത്തില്ല. അപ്പം ഈ അമ്മയുടെ വീഡിയോ ഇത്രയും അങ്ങോട്ട് റീച്ച് ആയത് സഹിക്കാൻ വയ്യാതെ ഇവർ ഒരു വൈലേഷൻ കൊടുക്കുന്നു, പിന്നെയും വൈലേഷൻ കൊടുക്കുന്നു, ഇന്ന് രാവിലെ പിന്നെയും വൈലേഷൻ കൊടുക്കുന്നു. നമുക്കറിയാം ഇവർ റിപ്പീറ്റ്ലി അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്പീൽ കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഈ അമ്മയുടെ വീഡിയോ ഇപ്പോൾ യൂട്യൂബ് ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. 7 ലക്ഷമുള്ള ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് തിരിച്ച് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവർക്കത് അറിയത്തില്ലേ? അറിയാൻ മേലാണ്ട് ചോദിക്കുകയാണ്. ഇത് നമുക്ക് അതിൽ നമ്മുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ചെറിയൊരു ഭാഗം നമ്മൾ അവരുടെ വെച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ ഒറിജിനൽ വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിന് അപ്പീൽ കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഇവർ അങ്ങനെ ഇവരുടെ ചാനൽ തന്നെ പൂടിച്ച് കളയും. ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്നവരാണ് ഈ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്, വൈലേഷൻ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് കല്യാണി ഈ പ്രാവശ്യം വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നത്. സ്ട്രൈക്ക് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ എടുത്തിട്ട് അലക്കൊന്ന് മനസ്സിലായി കാണും. ഞാൻ കല്യാണത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാനും പോയിട്ടില്ല. അപ്പം സ്ട്രൈക്ക് കിട്ടുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല, ആ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കല്യാണം കുറേ പേർക്ക് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കല്യാണിയുടെ ആ ഒരു ഇഷ്യൂ, ആ ക്രീമിൻ്റെ ഇഷ്യൂ, വൈകാസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്രീമിൻ്റെ ഇഷ്യൂ ഒരു കൊച്ചാണ് എടുത്തിട്ട് അത് ആദ്യമേ റിയാക്ട് ചെയ്തത്. അപ്പോൾ അവളുടെ വീഡിയോ കണ്ടാണ് മറ്റുള്ളവർ ചെയ്തത്. അപ്പോൾ ആ ഒരു കൊച്ചിന് സ്ട്രൈക്കും കാര്യങ്ങളും കൊടുത്ത് അത് പൂട്ടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ മോശമാണ്. കാരണം നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തി അത് തെറ്റെന്ന് തിരുത്തുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുഞ്ഞു കുട്ടികൾക്ക് അത് മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ പേര് റിയാക്ട് ചെയ്യുന്നത് കണ്ടു, ഇനി ഞങ്ങളത് ആവർത്തിക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല. അപ്പം വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ സ്ട്രൈക്ക് കൊടുക്കുക അല്ലെങ്കിൽ ചാനൽ പൂട്ടിക്കാൻ നോക്കുക എന്നൊക്കെ ഉള്ളത്. ഇപ്പം അമിയ അല്ലെങ്കിൽ വേറൊരാൾ ഇതിനെതിരെ പ്രതികരിക്കാൻ വരും. അത് പുതിയ ചാനൽ തുടങ്ങിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ അമിയ തന്നെ പുതിയ ചാനൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യും. അപ്പം അതൊന്നും നിങ്ങൾ അങ്ങനെ സ്ട്രൈക്ക് കൊടുത്തിട്ടൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും അങ്ങോട്ട് യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്ന ആ ഒരു റിയാക്ഷനെയൊക്കെ ഇത്രത്തോളം പേടിക്കുന്ന എന്തിനാണ്? ഒരുപാട് പേര് നിങ്ങൾക്കെതിരെ, എല്ലാവരും ടീക്കുട്ടിയുടെ വീഡിയോ എൻ്റെ മക്കളെ കൊണ്ട് ഇപ്പം ഞങ്ങൾ കാണിക്കാറില്ല, അല്ലെങ്കിൽ അവരത്രയും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് മക്കളെ എന്ന് പറയുന്നത് ചുമ്മാതാണ് ആൾക്കാർ പറയുന്നത്. അപ്പം അതുപോലും ചിന്തിക്കാനുള്ളൊരു ബോധം നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. എന്തായാലും സ്ട്രൈക്ക് കൊടുത്തത് അല്ലെങ്കിൽ വയലേഷനായിട്ട് ഇവർക്ക് മെയിൽ അയച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടൊരു കാര്യമാണ്. അമ്മയുടെ ആ ഒരു വീഡിയോ കണ്ടതുണ്ട്. ജോലി സ്ഥലത്ത് പോയ സമയത്തായിരുന്നു അമ്മയ്ക്ക് പിന്നെയും മെയിൽ വന്നത്. അപ്പോൾ അമ്മയെ ഇട്ടിട്ടുള്ള ആ വീഡിയോ കണ്ടിട്ട് എനിക്കത് റിയാക്ട് ചെയ്യണം തോന്നിയിട്ടാണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.